ഇതൊക്കെ നല്ല വൃത്തിയായിട്ടോ. അല്ല ഇത് പുതിയ ആളുകൾ അവര് ട്രെയിനിങ്ങിൽ അവർ നല്ലൊരു കഴിവും കുഴപ്പമില്ല കൊണ്ടുവന്നു. വേറെ ആളെ വെക്കാ നീ വണ്ടി എടുത്തിട്ടുണ്ടോ? ഒരു കുഴപ്പമില്ല. അവന്റെ അസുഖം മാറിയടാ. എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ? നിനക്ക് എന്താ കാര്യങ്ങളോടെ? പിന്നെ വണ്ടി കൊണ്ടുവരണം. നമ്മൾ വണ്ടി കൊണ്ടുവരുമ്പോഴത്തേക്ക് കൊണ്ട് ഏൽപ്പിക്കണമല്ലേ? ചേട്ടാ എവിടെയെങ്കിലും നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ടോ? ചേട്ടാ വണ്ടി ക്ലീൻ ആയാ പോരെ, ചേട്ടന് വേറെ ടെൻഷൻ ഒന്നും വേണ്ട. ഓയിലൊക്കെ മാറ്റുമോ? ഓയില് മാറ്റാൻ വേറെ ആളുണ്ട്, പക്ഷേ ഈ വണ്ടി നല്ല ഫർണിഷിംഗ് ആക്കി തരും. ഞാനിപ്പോ ജീപ്പ് എടുത്തിട്ടില്ല. ഒരു മയത്തിൽ അവന്റെ സംസാരിക്കും കേട്ടോ. അല്ല ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ അതിന്. ഒന്നും പറയണ്ട. അല്ല നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ ഈ നിങ്ങൾ എവിടെയൊക്കെ നിന്നു മുകേഷേ, അവനാ തലയ്ക്ക് തോലാത്ത അവനെ എന്തിനാ വെച്ചിട്ട് വന്നത്? നീ അവനോട് പറഞ്ഞു അവൻ കഴിഞ്ഞോടെ ഉണ്ടാക്കിയ പ്രശ്നം അറിയാം. ഇല്ല സാറേ, പെൻഡിങ് ഒന്നുമില്ല. ഒരു കാർ ഇന്ന ഒരു BMW നമ്മളെ മറ്റേ മാധവണ്ണൻ്റെ വണ്ടി കിടപ്പുണ്ട് 572. അതേ ഉള്ളൂ. വില കൂടിയ ജീപ്പാണത്. ട്രക്കിങ്ങിന് പോകാനാണ്. സർവീസ് ചെയ്യണോ? ചെയ്താ നീ പോവോ? അകത്ത് മാറ്റൊക്കെ ഇളകണം. ഇത് ചെയ്താ നീ പോവോ? മാറ്റൊക്കെ ഇളക്കി ഓയിൽ ഇങ്ങനെയാണോ സർവീസ് ചെയ്യണത്? നോക്കി അവളെ വീട്ടിൽ ജീപ്പുള്ളതാണ്. അവളെ ഇങ്ങനെയാണ് കഴിവുന്നത്. ഇങ്ങനത്തെ കുറെ വണ്ടികൾ വീട്ടിൽ എന്താ പ്രശ്നം? സർവീസ് ആയിട്ടാ നല്ല പിടിച്ചു ഇന്ന് കൊഴുത്ത് കിടക്കാം അവന്. അതുമില്ലാതെ വണ്ടി വാഷ് ചെയ്യാം. കഴിഞ്ഞോ? ഇല്ല, ഇത് എപ്പോ കഴിയും? അത് ചെയ്തില്ല ഇവിടെ. ഞാൻ പഠിക്കാനെ പറഞ്ഞ ആളെ ഇവര് മുന്നോട്ട് ബൈക്കിനാണ് നമ്മൾ 50 രൂപ എന്ന് പറഞ്ഞത്. ഓട്ടോ ആകുമ്പോൾ കുറച്ചും കൂടെ പൈസ 25 രൂപ തരാം. 25 രൂപക്ക് എന്ത് കിട്ടാനാ സാർ? ഞാനിപ്പോ നിങ്ങളെ നിർത്തിയായിരിക്കുമ്പോ പണിയായി. പണി എടുക്കുന്നുണ്ടല്ലോ, എടുക്കാതെ നമ്മൾ വെറുതെ ചോദിക്കട്ടെ. നിങ്ങളൊരു ആവശ്യമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ നിർത്തിയല്ലേ? നമ്മളൊരു ജോലി ചെയ്യുമ്പോ അതിന് മാന്യമായ ഒരു പൈസ കൊടുക്കണ്ടേ? ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്താ വിചാരം? ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. എന്താവോ എന്തോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. മസിൽ പിടിക്കാതെ ലൂസാക്കിയിടൂ. ടയറിന്റെ മുകളിലുള്ള അഴുക്കൊക്കെ മാറ്റണം കേട്ടോ. ശ്രദ്ധിക്കണേ, കൈയൊന്നും മുറിച്ചൊന്നും വെക്കല്ലേ നീ. വെള്ളം ഒഴിക്കണ്ട, ഇങ്ങനെ തുടച്ചാ മതി. നീ ടയർ ചെയ്തില്ല? ടയർ ചെയ്ത് അപ്പുറത്തെ ഭാഗം ചെയ്തില്ല. ഇതാ നോക്ക്. എന്താ അറിയോ, ടയറിന്റെ മുകളിലടക്കമുള്ള എല്ലാ അഴുക്കും പോണെന്ന്. മിണ്ടാതിരി, ഞാൻ കൊണ്ടേ അടുപ്പിൽ വെക്കട്ടോ. ആ സീറ്റ് തുറച്ചായിരുന്നോ? ആ സീറ്റ് ഒന്ന് തുടച്ചു. ആ മാറ്റ് വെളിയിലെടുത്തിട്ടൊന്ന്, ബാക്കിലെ മാറ്റേ അതൊന്ന് വെളിയിലെടുത്തിട്ട്. നോളെ മാറ്റ് കഴിവോളെ കഴിഞ്ഞായിരുന്നു. അയ്യാടാ ഇപ്പൊ എനിക്കൊരു ഓട്ടം ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഒരാൾ ഇവിടെ ഒന്ന് കുറച്ച് വന്നു. ആ വണ്ടി ഇവിടെ ആയിരുന്നു കേട്ടോ. ചേട്ടാ ഒന്ന് മാറിക്കാവോ, ഞാൻ വെള്ളം ഒഴിക്കട്ടെ. വെള്ളം ഒഴിച്ചല്ലേ ഇതിനകത്ത്?
ഹലോ ചേട്ടാ അവരെ വിളിച്ചോണ്ടിരിക്കണം ഓട്ടോ നിങ്ങൾ ഇത്ര ടൈം ഇപ്പം തന്നെ ഏകദേശം ഏകദേശം അരമണിക്കൂറാകാൻ പോകുന്നു. വണ്ടി ഇതുവരെ ക്ലീൻ പോലും ആയിട്ടില്ല. ഗ്ലാസ്സിലൊക്കെ എന്തായിരിക്കുന്നത് ടൈമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞില്ല പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ വെളിയിൽ കൊടുത്തില്ല. ഓട്ടോ വിളിച്ചോണ്ടിരിക്കുക. ഞാൻ ആദ്യമേ വന്നപ്പോഴേ പറഞ്ഞത് ചേട്ടാ വെള്ളം ഒഴിച്ചില്ല പെട്ടെന്ന് തന്നാ മതി. ടൈമില്ല അതുകൊണ്ടാണ് സമാനം ശാക്കല ഓടിച്ചു തുടച്ചോട്ടാ കഴിഞ്ഞത് ഇത്രേ ഉള്ളൂ. വണ്ടി സ്റ്റാർട്ടാവുന്നില്ലല്ലോ. വണ്ടി സ്റ്റാർട്ടാവുന്നില്ലല്ലോ. വണ്ടിയല്ലേ വണ്ടി ഓടി വന്ന വണ്ടിയാണ്. വെള്ളം കൂടി അകത്തൊക്കെ ഒഴിച്ചാൽ ഇല്ല ചേട്ടാ, അവിടെ ഒന്നും വെള്ളം ഒഴിച്ചിട്ടില്ല. ഇവിടെ വെള്ളം ഒഴിച്ച ചേട്ടന് തോന്നുന്നുണ്ട് ഇവിടെ വെള്ളം ഒഴിച്ച പോലെ ഇവിടെ ഒന്നും ഞാൻ തുളച്ചിട്ടില്ല. ബാറ്ററിയുടെ സ്റ്റാർട്ടിന്റെ കണക്ഷൻ കുഴപ്പമില്ല, ശരിയാവും. വണ്ടി സ്റ്റാർട്ടാവുന്നില്ലോ. സ്റ്റാർട്ടായാലും വണ്ടി ചൂടാവത്തില്ല. അവരെടുന്ന് വിളിച്ചോണ്ടിരിക്കുന്നു. മണി ഞാൻ ആദ്യമേ അതാ പറഞ്ഞത് ഇതിനൊന്നും താല്പര്യമില്ല. തള്ളിയ സ്റ്റാർട്ടാവോ? വണ്ടി സ്റ്റാർട്ടാവുന്നില്ലല്ലോ. സ്റ്റാർട്ടും പറഞ്ഞത് പറ്റത്തില്ല. വേറെ വണ്ടിയൊന്നും നോക്കാം. അവിടെ വേറെ ഒതുക്കിയിട്ടേക്കുന്ന വണ്ടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. തള്ളി തരാം. ഒന്ന് സ്റ്റാർട്ടാവും. ചിലപ്പോൾ സ്റ്റാർട്ടാക്കിട്ടേ ശരിയാവും. നിങ്ങൾ അവിടെ തള്ളുന്നുണ്ടോ? സ്റ്റാർട്ട് ചെയ്തൊക്കെ ആവുന്നുണ്ടോ? നടക്കത്തില്ല. ഒന്നാമത് കയറ്റം കൂടെ അല്ലേ. കയറ്റത്തിലൊന്നും നടക്കത്തില്ല. ഭായ് നിങ്ങളെ വണ്ടി അല്ല കംപ്ലൈന്റ് ആയിരുന്നു ഭായ്. എന്തോട്ടാ പറയുന്നത്? വണ്ടി ഞാൻ ആദ്യമേ പറയുന്നത് നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ആദ്യമേ പറഞ്ഞാൽ പോലെയായിരുന്നു. പറ്റത്തില്ല. നിങ്ങൾ എത്ര ദിവസം ഇവിടെ വണ്ടി കഴുകാൻ തുടങ്ങിയിട്ട്? ഇന്ന് ജോയിൻ ചെയ്തതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ല. സാധാരണ ഞാൻ ഇവിടെ വണ്ടി കൊടുക്കുമ്പോൾ അവന് റാമ്പി കേട്ടിട്ടാ കഴിയുന്നത്. ഷൂട്ടിങ്ങിനൊക്കെ ഓർഡർ വണ്ടി ഇറക്കുമ്പോ ആ വണ്ടി ഇറക്കിയിട്ടാ ഈ വണ്ടി ഞങ്ങളായിട്ട് ഡിസൈഡ് ചെയ്തതല്ല, ഇവരാണ് പറഞ്ഞത് നിങ്ങൾ ഇവിടുന്ന് കഴുകിക്കോളൂ. അല്ല നിങ്ങൾ മാറി. നിങ്ങളെ ചുമ്മാ സ്റ്റാർട്ട് അല്ലത് സ്റ്റാർട്ട് കറക്കി देखो. വണ്ടി ബാക്കിൽ കുഴപ്പമില്ല. വണ്ടി ബാക്കിലോട്ട് ബ്രേക്ക് ചെയ്ത് കാലെടുത്താൽ പിന്നെ വണ്ടി ബാക്കിലോട്ട് പോകും ഫ്രണ്ടിലോട്ട് പോകും. ഗ്ലാസ് ക്ലീൻ അകത്ത് വെള്ളം കോരി ഒഴിച്ചു. ഞാൻ കണ്ടോണ്ടിരിക്കില്ല അകത്ത് വെള്ളം കോരി ഒഴിക്കുന്നു. പിന്നെ ഞാൻ കണ്ടോണ്ടിരിക്കില്ല നിങ്ങൾ അകത്ത് വെള്ളം കോരി ഒഴിച്ചത്. ഞാൻ കണ്ടോ അല്ലല്ല. ഇവിടെ ഇതിന്റെ മാനേജർ നിങ്ങളാണോ? അല്ല ഇതിന്റെ മാനേജർ നിങ്ങളാണോ? അതിനപ്പോ എനിക്ക് അവരോട് സംസാരിക്കേണ്ട കാര്യമില്ല. ഉത്തരവാദിത്തം നിങ്ങളാണ്. നിങ്ങളുടെ എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇവിടെ വണ്ടി സാധാരണ ഞാൻ വണ്ടി ഇവിടെ സാധാരണ കൊണ്ടുവരുമ്പോൾ അവർ റാമ്പി കയറ്റി ഇവിടെ ഇട്ട് നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് കഴുകി തരുന്ന. ഞാൻ കൊണ്ടുവന്നപ്പോഴേ ചോദിച്ചു അറിയാൻ മേലാത്തവർ കഴുകി കഴിഞ്ഞാൽ ഇതൊക്കെ വിഷയം. തോന്നൽ ശരിയായതുകൊണ്ട് ഇപ്പൊ വണ്ടി ഇവിടെ സ്റ്റാർട്ടാവാതെ കിടക്കും. മറ്റേ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും വർക്ക്ഷോപ്പിനെ കൊണ്ടുവന്ന് അവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വന്നാൽ സ്റ്റാർട്ടർ വെള്ളം കയറി അടിച്ച് പോയതാണെങ്കിൽ സ്റ്റാർട്ടർ മാറ്റിയേ പറ്റും. അതിന് തന്നെ 10,000 രൂപയാണ്. നിങ്ങൾ ചാനലിൽ ആരെ വിളിച്ചാലും എനിക്കറിയേണ്ട കാര്യമില്ല. ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓട്ടോ ഉണ്ട്. കാര്യം അവരുടെ അടുത്ത് ഞാൻ ഉത്തരവാദിത്തം പറയാം. നേരത്തെ പറഞ്ഞ കാര്യമുള്ളത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ആദ്യമേ പറ്റില്ലെന്ന് പറയണം. നിങ്ങളാണ് എൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. തൽക്കാലത്തേക്ക് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഗോൾഡ് കിടപ്പില്ലേ? എന്തെങ്കിലും കൊടുത്ത് സെറ്റ് ചെയ്യും. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഗോൾഡ് ഊരി കൊടുക്കാൻ പറ്റുമോ? വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തരണം. അറിയുന്ന പയ്യനല്ലേ നേരത്തെ ഒന്ന് നോക്കിയപ്പോൾ അവൻ അറിയത്തില്ലല്ലോ. വിളിച്ചിട്ട് ആരെയും കൊണ്ട് ചേച്ചി മാല ഒരു തന്നെ എനിക്ക് അപ്പോൾ അറിയുന്നുള്ള ഈ പുള്ളിയെ മാത്രമേ. 5,000 രൂപ പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്നല്ല വണ്ടി നേരത്തെ കൊണ്ടിട്ടാ. നിങ്ങൾ കാരണമല്ലേ വണ്ടി ഓഫ് ആയത്. നിങ്ങൾ കാരണമാണോ വണ്ടി സ്റ്റാർട്ടാവാതെ? എനിക്കത് അറിയേണ്ട കാര്യമില്ല. വണ്ടി എന്താ വെച്ചാൽ ചെയ്തു തരിക. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തിനാ ചെയ്യാൻ പോകുന്നത് രണ്ടുപേരും കൂടെ?
ഞാൻ പറഞ്ഞ ഞാൻ നിങ്ങളെ സൈഡിൽ നിന്ന് പറയാം. നിങ്ങൾ എന്തെങ്കിലും തൽക്കാലം അവനെ സത്യമായിട്ട് ഞങ്ങൾ അവിടെ എന്തോ ആയിക്കൊണ്ട് പോയിട്ട് എന്റെ ഗ്രഹപ്പിഴയ്ക്ക് നിങ്ങൾ ഇവിടെ വച്ച് ഇത് പണിയായിരിക്കും. ഈ വണ്ടി സാറ് വരുമ്പോ ഈ വണ്ടി അല്ലെങ്കിൽ എന്റെ പണി പോകും. ചേട്ടാ ഒരു വണ്ടി കഴുകാൻ ഇതിന് മാത്രം അറിയേണ്ട ഒരു ആവശ്യമുണ്ടോ? വെള്ളം പോലെ ഒഴിച്ചില്ലേ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് പോകണം കേട്ടോ. കാരണം മാത്രമായിരിക്കില്ല ഈ ഒരു വണ്ടിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നത്. എന്റെ പെങ്ങളെ ഉപദ്രവിക്കാം. നിങ്ങൾ എനിക്ക് ഒന്നും കേൾക്കണ്ട. നിങ്ങൾ എവനെ സെറ്റ് ചെയ്ത് നിങ്ങൾ ജോലിക്ക് പോയേ. ചേച്ചി ഇത് വെച്ചത് അല്ല മോള് വെച്ചത് വെച്ച് നിങ്ങൾ എന്തെന്ന് വെച്ചാൽ നന്നായി കിട്ടുന്നത് എന്നെ വിളിച്ചാൽ മതി. ഞാൻ നമ്പർ ഇല്ല ഇവിടെ വിടുന്നത് ഞാൻ നിങ്ങളെ പറയുന്നത് നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ വണ്ടി ഇവിടെ കൊണ്ടിട്ട് ഉള്ള കാര്യം പറഞ്ഞു. ചേട്ടാ വണ്ടി നമുക്ക് സെറ്റിൽ ചെയ്യാം. ഹലോ എനിക്കതറിയണ കാര്യമില്ല. ശരിയാക്കാന്ന് പറഞ്ഞില്ലേ ചേട്ടൻ? ഇങ്ങനെ ദേഷ്യം പിടിക്കാൻ വേണ്ടി മാത്രം നമ്മൾ പൈസ തരാം. പൈസ 980 ചേട്ടാ ഇത് പിടി, നമുക്ക് സോൾവ് ചെയ്യാം. ചേട്ടാ ഒരു കാര്യം ഞാൻ വണ്ടി തള്ളി ഇങ്ങോട്ട് ഇട്ടു തന്നു. ഇതേപോലെ ടാസ്ക് ഇനി കൊണ്ട് പറഞ്ഞ ആരെങ്കിലും ഒക്കെ. ഓക്കെ, ദിവ്യശ്രീ ആൻഡ് രുദ്രലക്ഷ്മി അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. പിന്നെ മോളൊന്നും വീട്ടിൽ നിന്ന് പോലും ഇത് വരാൻ കഴിയിട്ടില്ല. നന്നായി ആക്റ്റീവായിട്ട്, ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാം ദിവ്യ എങ്ങനത്തെ ഒരാളാണ്. അങ്ങനത്തെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ എവിടെയും വിട്ടിട്ടില്ല. ഞാൻ പക്ഷേ രുദ്ര എന്ത് പറ്റി, ഭയങ്കര ക്വയറ്റായി, ഒരു ആക്റ്റീവ്നെസ് ഉണ്ടായിരുന്നില്ല. അമ്മേൻ്റെ കൂടെ ഒന്ന് എന്താ പറയുക വാദിക്കണ്ടേ അവരുടെ അടുത്ത്, നമ്മൾ വിട്ടുകൊടുക്കരുതല്ലോ. അമ്മ മാത്രം അമ്മ അല്ലല്ലോ, അമ്മ ഒരു പാർട്ടിസിപ്പൻ്റ് ആണ്, ടാസ്ക് അല്ലേ. രുദ്ര ശരിക്കും പേടിച്ചോ? ഇല്ല, എനിക്ക് ആദ്യമേ എന്താ പറയാ ഓണറിന്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു ക്ലൂ. അത് ശരി. എനിക്ക് ചെറിയൊരു ഒരു പ്രാങ്ക് ആണ്. ഓണർ പ്രാങ്ക് അല്ലല്ലോ, അത് ശരിക്കും അവര് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വന്നിങ്ങനെ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. നമുക്കത് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഓരോന്നിനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇവൾക്ക് പക്ഷെ അത്ര തീരെ ഒരു പേടി ഇവക്കില്ലെങ്കിലും അങ്ങനെ ഒരു പെട്ടെന്ന് അങ്ങനെ ടെൻഷനൊന്നും ആവുന്ന കൂട്ടത്തിലൊന്നുമല്ല. അപ്പോൾ അവള് എന്താ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, അമ്മ എന്താ ടെൻഷനൊന്നും ആവണ്ട, നമ്മുടെ പ്രശ്നം കൊണ്ടൊന്നും അല്ല, നമ്മുടെ പ്രശ്നം കൊണ്ടൊന്നും അല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ അടുത്ത് രുദ്ര ഒന്നും റിയാക്ട് ചെയ്തില്ല. ആ ഓണർ വെള്ളം ഒഴിച്ചത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഓണർ നമ്മുടെ അടുത്തുണ്ടായിരുന്നു, ഓണറിൻ്റെ അടുത്ത് നമ്മൾ ഒന്ന് മാറി നിൽക്ക് വെള്ളം ഒഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഓണറാണ് മാറി നിന്ന് ഒഴിച്ചോന്ന് പറഞ്ഞത്. നന്നായി. നമ്മൾ പറയില്ലേ, നമുക്ക് നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ അല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും രുദ്ര, സിറ്റുവേഷൻ വരുമ്പോൾ അമ്മയാണ് അച്ഛനാണെന്ന് നോക്കരുത്, നമ്മൾ റിയാക്ട് ചെയ്യണം. ബിക്കോസ് നമ്മൾ എപ്പോഴും ഒരു ആളെ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, അമ്മയാണ്, അതുകൊണ്ട് അമ്മ കൈകാര്യം ചെയ്യുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതൊരു പ്രാങ്കാണ് എന്ന് പറഞ്ഞിട്ട് ലേറ്റ് ബാക്കും ആവാൻ പാടില്ല. പക്ഷെ അതാണല്ലോ നമ്മളുടെ ഏറ്റവും വലിയ ടാസ്ക് അല്ലേ. സോ എന്തായാലും നന്നായിരുന്നു. താങ്ക് യു. അപ്പോൾ ഇവരുടെ മാർക്സ് നമ്മൾ ഹിഡൻ മാർക്കായിട്ട് ശ്വേതാജി ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. നോക്കാം നിങ്ങൾക്ക് ഈ ഒരു പെർഫോമൻസിന് എത്ര മാർക്കാണ് ലഭിക്കാൻ പോകുന്നതെന്ന്. യെസ്, അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ തന്ന ഈ ടാസ്ക് വളരെ ഗംഭീരമായിട്ട് നിങ്ങൾ ചെയ്തു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ആക്റ്റീവായിട്ട് ക്യൂട്ടായിട്ടൊക്കെ കുറച്ച് നല്ല മൊമെന്റ്സ് ഒക്കെ നമ്മൾ അവിടെ കണ്ടു. അപ്പം ഇനിയും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് രണ്ടുപേർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ ഈ ടാസ്ക് നമ്മുടെ അമ്മമാർക്കും മക്കൾക്കും കൊടുക്കുന്നത് അത് തന്നെയാണ്. എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പതറാതെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതിന് ചെറിയൊരു കാര്യം നമ്മൾ ഒരു ടീസർ പോലെയാണ് നമ്മൾ ഈ ഫ്ലോറിൽ ചെയ്യുന്നത്. പ്രേക്ഷകർക്കും അത് കാണുമ്പോൾ അവർക്കും എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും, അവരുടെ റിയൽ ലൈഫിൽ നമുക്ക് വിചാരിക്കാം.